ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂൺ മാസം 30-ാം തീയതി, മിഥുനമാസം 16-ാം തീയതി തിങ്കളാഴ്ച, സമയം രാവിലെ 6 മണി. നീണ്ട ദിവസങ്ങളായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചുയർന്നുകൊണ്ട് 74,000 മറികടന്ന് റെക്കോർഡിൽ എത്തിയതിനു ശേഷം സ്വർണ്ണവിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വൻ തകർച്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ പവന് 2,000 രൂപയിലധികമാണ് കുറവ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 71,440 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാനുള്ള അനുകൂലമായ സാഹചര്യത്തിലാണ് ഉള്ളത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതും അമേരിക്ക വിവിധ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന വ്യാപാര യുദ്ധത്തിന് അയവുവന്നതും സ്വർണ്ണവില കുറയാൻ കാരണമായി. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഇന്നത്തെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1 ഔൺസ് സ്വർണ്ണത്തിന് $3,273. സംസ്ഥാനത്ത് നിന്ന് 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,741 രൂപ. 1 പവൻ 77,934 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,306 രൂപ. 1 പവൻ 58,450 രൂപ. സംസ്ഥാനത്ത് നിന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,930 രൂപ. 1 പവൻ 71,440 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 118 രൂപ. 1 കിലോ 1,18,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്